മകളെ, ഷാഡോ ബ്രോഡ്കാസ്റ്റിംഗിൻ്റെ ഫ്രീ എഡ്യൂക്കേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഗഫൂർ സാർ. നമ്മൾ ചില PYQസും നമ്മൾ ചില ക്വസ്റ്റ്യൻസും എല്ലാം വർക്കൗട്ട് ചെയ്യാൻ പോവുകയാണ്. ചില പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, PYQ എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതിൽ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ ബോർഡിൽ കാണുന്നുണ്ട്. 1 മുതൽ 9 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിനെ എടുത്തൊരു യൂണിവേഴ്സൽ സെറ്റാണ്. അതിനപ്പുറം അതിന് കൂടെ തന്നെ 2, 4, 6, 8 എന്നുള്ള ഒരു സെറ്റ് എടുക്കുന്നുണ്ട്. 2, 3, 5, 7 എന്നുള്ള ഒരു സെറ്റ് B എടുക്കുന്നുണ്ട്. What we need to prove that we need to verify. നമ്മൾ വെരിഫൈ ചെയ്യണം. എന്ത്? A union B the whole complement. അതിന് മുൻപ് നമ്മൾക്ക് എന്ത് ചെയ്യണം? What is A union B? നമ്മൾ ആദ്യം A union B എന്താണ് എന്ന് കാണണം. A 2, 4, 6, 8 ആണ്. നമുക്കത് എഴുതാം. 2, 4, 6, 8 യൂണിയൻ. B എത്രയാണ്? പറയൂ. 2, 3, 5, 7. ഇത് രണ്ടിൻ്റെയും യൂണിയൻ അഥവാ A യൂണിയൻ B എത്ര വരും? 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്, 6 ഉണ്ട്, 7 ഉണ്ട്, 8 ഉണ്ട്. സോ 2 to 8 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സ് ആണ് A യൂണിയൻ B വരിക. നമുക്ക് വേണ്ടത് A യൂണിയൻ Bയുടെ കോംപ്ലിമെന്റ് ആണ്. അതായത് ഇതല്ലാത്ത നമ്മുടെ യൂണിവേഴ്സൽ സെറ്റിൽ 2 മുതൽ 8 വരെയുള്ള നമ്പേഴ്സ് അല്ലാത്ത 1ഉം 9ഉം ആണ് വേണ്ടത്. സോ ഇതാണെന്ത്? നമ്മുടെ A യൂണിയൻ B ദ ഹോൾ കോംപ്ലിമെന്റ്. നമ്മുടെ LHS എന്ന് പറഞ്ഞാൽ എന്താണ്? 1ഉം 9ഉം. We need to prove that it's A complement intersection B complementum 1, 9 കിട്ടുമെന്ന് പറയണം. അപ്പോൾ വാട്ട് ഈസ് A കോംപ്ലിമെന്റ്? എന്താണ് A കോംപ്ലിമെന്റ്? A തന്നിട്ടുണ്ട്. നമുക്ക് A കോംപ്ലിമെന്റ് എന്താണ് എന്ന് എഴുതാം. A പറഞ്ഞാൽ 2, 4, 6. A കോംപ്ലിമെന്റ് പറഞ്ഞാൽ 1, 3, 5, 7 and 9. ഇതാണെന്ത്? A കോംപ്ലിമെന്റ്. A കോംപ്ലിമെന്റും നമുക്ക് വളരെ ഭംഗിയായി കിട്ടിയിരിക്കുന്നു. Then what is B complement? B എന്ന് പറഞ്ഞാൽ മക്കളെ, B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2, 3, 5, 7. അപ്പം എന്താണ് B കോംപ്ലിമെന്റ്? അപ്പം 1 വേണം, 2 വേണ്ട, 3 വേണ്ട, 4 വേണം, 5 വേണ്ട, 6 വേണം, 7 വേണ്ട, 8ഉം 9ഉം നമുക്ക് വേണം. ഇതാണെന്ത്? B കോംപ്ലിമെന്റ്. Is it clear? എന്താണ് ക്വസ്റ്റ്യൻ? A കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ B കോംപ്ലിമെന്റ്. ഈ രണ്ടിന്റെയും ഇന്റർസെക്ഷൻ അഥവാ കോമൺ ആയിട്ട് എന്തൊക്കെ വരുന്നു എന്നുള്ളതാണ്. 1 കോമൺ ആണ്. 1 കഴിഞ്ഞാൽ പിന്നേതാണ്? അയ്യോ, 9 ഉള്ളൂ. അടിപൊളി. Hence the proof, the LHS is equal to RHS. അല്ലേ? LHS is equal to RHS since it is clear. രണ്ടും റെക്ടിഫൈ ചെയ്തു. മനസ്സിലായോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ആയി. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക്. ഇതിന്റെ തന്നെ രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. A intersection B the whole complement is equal to A complement union B complement. നമുക്ക് എന്നാൽ അതിലേക്ക് കിടക്കല്ലേ പതുക്കെ. ഇനി നമ്മൾ എന്തായി? ഇനി അടുത്തത് കാണാൻ പോകുന്നത് ഇന്റർസെക്ഷൻ തന്നെയാണ്. പക്ഷേ എന്താണ്? ഇറ്റ് ഈസ് ഇൻ അനദർ കേസ്. രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ആണ് ഇനി നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. അതിൻ്റെയും LHS is equal to RHS എന്ന് കിട്ടുമോ എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ. സോ ലെറ്റ്സ് സീ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. മക്കളെ, A ഇന്റർസെക്ഷൻ B എന്താണ്? നമുക്ക് നോക്കാം. A ഇന്റർസെക്ഷൻ B എന്ന് പറഞ്ഞാൽ എന്താണ്? A ഇന്റർസെക്ഷൻ B എന്ന് നോക്കാം. A ഇന്റർസെക്ഷൻ B, എയും ബിയും 2, 4, 6, 8, 2, 3, 5, 8. എന്തൊക്കെയാ കോമൺ വരുന്നത്? 1, 2 കോമൺ ആണ്. പിന്നുള്ളത് ഒന്നുമില്ല, 2 മാത്രമേ കോമൺ ആയിട്ട് വരുന്നുള്ളൂ. നമ്മുടെ ക്വസ്റ്റ്യൻ A ഇന്റർസെക്ഷൻ B അല്ല, A ഇന്റർസെക്ഷൻ B ദ ഹോൾ കോംപ്ലിമെന്റ് ആണ്. അതായത് 2 അല്ലാത്ത യുവിലുള്ള ബാക്കി എല്ലാ എലമെന്റ്സും 2 മായ്ച്ചു കളയുന്നു, ബാക്കിയുള്ളത് എഴുതുന്നു. 1, 3, 4, 5, 6, 7, 8 and 9. ഇതാണെന്ത്? A യൂണിയൻ B ദ ഹോൾ കോംപ്ലിമെന്റ്. ഇനി A കോംപ്ലിമെന്റ് യൂണിയൻ B കോംപ്ലിമെന്റ് ആണോ എന്നുള്ളതാണ്. നമുക്ക് A കോംപ്ലിമെന്റ് ഉണ്ട്, B കോംപ്ലിമെന്റ് ഉണ്ട്. ഈ രണ്ടിന്റെയും യൂണിയൻ എന്ത് വരും നോക്കാം. A കോംപ്ലിമെന്റ് യൂണിയൻ B കോംപ്ലിമെന്റ് എന്ന് വരുമെന്ന് നോക്കാം. 1 പറയൂ, ഉത്തരം പറയൂ. കഴിഞ്ഞാൽ 3, കഴിഞ്ഞാൽ 4, കഴിഞ്ഞാൽ 5, കഴിഞ്ഞാൽ 6, കഴിഞ്ഞാൽ 7, 8, 9. കൊള്ളാലോ.
1 3 4 5 6 7 8 9. So they are equal. LHS is equal to RHS. എന്തായി? ക്ലിയർ ആയി? ഉത്തരമായോ? ആൻസർ ആയി. കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ ഇത് കേട്ടോ. മനസ്സിലായില്ലേ? നോക്കിക്കോളൂ. A യൂണിയൻ B ദ ഹോൾ കോംപ്ലിമെന്റ്. അതിൻ്റെ വെൻ ഡയഗ്രാം എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണെന്നറിയോ, നമ്മുടെ ഒരു വെൻ ഡയഗ്രാം നമുക്ക് വരയ്ക്കാം. A യൂണിയൻ B. ഇതിനകത്ത് ഒരു A ഉണ്ട്, ഒരു B ഉണ്ട്. A യൂണിയൻ B എന്ന് വെച്ചാൽ ഈ രണ്ട് ഭാഗമാണ്. ഇതല്ലാത്ത ബാക്കി എല്ലാ ഭാഗത്തിനും എന്ത് ചെയ്യണം? നമുക്ക് ഷെയ്ഡ് ചെയ്യണം. ഓക്കെ. ഇനി A കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ B കോംപ്ലിമെന്റ്. A കോംപ്ലിമെന്റും B കോംപ്ലിമെന്റിനും ഇന്റർസെക്ഷൻ, അതിനും എന്തെന്നെയാണ് വരുന്നത്? ഇതേ ഉത്തരമായിരിക്കും എന്ത് ചെയ്യുന്നത്? വരുന്നത്. ഇനി A ഇന്റർസെക്ഷൻ B ദ ഹോൾ കോംപ്ലിമെന്റ്. A ഇന്റർസെക്ഷൻ B ദ ഹോൾ കോംപ്ലിമെന്റ്. എയും ബിയും ഞാൻ വരച്ചു. ഞാൻ ഇതിന് എന്ത് ചെയ്യാണ്? ഇതിന് ഞാനൊരു ബോക്സിനകത്തേക്ക് ഇട്ടു. എ എന്ന് വിളിച്ചു, ഇതിനെ ബി എന്ന് വിളിച്ചു. എ എന്ന് വിളിച്ചു, ഒന്നിനെ ബി എന്ന് വിളിച്ചു. എ ഇന്റർസെക്ഷൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ്. എ ഇന്റർസെക്ഷൻ ബി ഉണ്ടല്ലോ, എ ഇന്റർസെക്ഷൻ ബി എന്ന് വെച്ചാൽ ഈ ഭാഗം അത് വേണ്ട, അതല്ലാത്ത ഭാഗം മാത്രം എന്ത് ചെയ്യുക? ഷെയ്ഡ് ചെയ്യുക. അതാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ എടുക്കേണ്ടത്. അതല്ലാത്ത ഭാഗം ഫുൾ എന്ത് ചെയ്യണം? നമ്മൾ എടുക്കണം കേട്ടോ. അത് രണ്ടും കൂടെ കൂടുന്നതാണ് നമ്മുടെ യൂണിയനായിട്ട് എടുക്കുന്നത്, നമ്മളാണ് എടുക്കുന്നത്. ഇനി എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ്. എ അല്ലാത്ത ഭാഗവും ബി അല്ലാത്ത ഭാഗവും, ദാറ്റ് ഈസ് എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗവും ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ഈ ഭാഗവും യൂണിയനാണ്. എ കോംപ്ലിമെന്റിന്റെ യൂണിയനും ബി കോംപ്ലിമെന്റിന്റെ എന്ത് ചെയ്യുക? യൂണിയനും എടുക്കുക. ആ ഭാഗം എന്ത് ചെയ്യുക? അത് നിങ്ങൾക്ക് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ വിട്ടു തരുന്നു. ഇനി നമുക്ക് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് എന്ത് ചെയ്യണം? കടക്കണം. മക്കളെ, ഇത് വളരെ അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. ഈ സാധനം എങ്ങനെ ചെയ്യാമെന്ന് മാത്രം എന്ത് ചെയ്താൽ മതി? നമ്മൾ ഒന്ന് ജസ്റ്റ് നോക്കിയാൽ മതി. നമുക്ക് നോക്കാം. എയും എ കോംപ്ലിമെന്റും ഇതാക്കി കഴിഞ്ഞാൽ യൂണിവേഴ്സൽ സെറ്റാണ് വരിക കേട്ടോ. ഇനി ഇന്റർസെക്ഷൻ 5 കോംപ്ലിമെന്റും എയും ഇതിൽ കോമൺ ആയിട്ട് എന്താ വരിക? നള്ളല്ലാത്ത എല്ലാം പിന്നെ എയും, അതിലെന്താ വരിക? എ മാത്രമേ വരുള്ളൂ. ഇനി എയും എ കോംപ്ലിമെന്റിലും കോമൺ ആയിട്ട് എന്താ ഉള്ളത്? ആരുമില്ല, ഒന്നുമില്ല. ഇനി യൂണിവേഴ്സൽ ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ 5. ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ എയിലും നള്ളിലും എന്താ ബാക്കിയുള്ളത്? ഇതൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ആ റൂൾസ് പറയുമ്പോൾ നമ്മൾ കണ്ട കാര്യങ്ങളാണ്. ജനുവരി 2022 ചോദിച്ച ഒരു 3 മാർക്കിന്റെ ചോദ്യമാണ്. 3 മാർക്ക് ചോദ്യം. ഇത് ഇത്രയേ ഉള്ളൂ. എ എന്നുള്ളൊരു സെറ്റ് ഉണ്ട്. എ എന്ന് പറഞ്ഞാൽ അതൊരു നാച്ചുറൽ, എക്സ് ഒരു നാച്ചുറൽ നമ്പർ ആണ്, ലെസ് ദാൻ 3. റെപ്രസെന്റ് സെറ്റ് എ ഇൻ റോസ്റ്റർ ഫോം. റോസ്റ്റർ ഫോം എന്ന് പറഞ്ഞാൽ റോസ്റ്റ് ചെയ്ത എലമെന്റ്സ് മാത്രം എടുത്ത് എഴുതുക. നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 3. 1 2 കഴിഞ്ഞു. ഒരു മാർക്ക് വെറുതെ ഫ്രീ കിട്ടിയൊരു മാർക്ക്. ഇത് എളുപ്പമല്ലേ? അതെ. ഇനി റൈറ്റ് ഓൾ സബ്സെറ്റ് ഓഫ് എ. മക്കളെ, നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ അതായത് നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എത്ര എലമെന്റ്സ് ഉണ്ട്? 2 എലമെന്റ്സ് ആണ്. നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ സബ്സെറ്റ് ഓഫ് എ, അതായത് എലമെന്റ്സ് ഓഫ് സബ്സെറ്റിൽ എത്ര ഉണ്ടാവും? 2 to the power n, that is 2 to the power 2, that is 4 എലമെന്റ്സ് നമുക്ക് വേണം. അപ്പം ഓൾ ദ സബ്സെറ്റ് ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സബ്സെറ്റ് ഓഫ് എ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് 1 2 1 2 ഇത് തന്നെ, പിന്നെ നള്ള്. കഴിഞ്ഞു. 4 ആയില്ലേ? 1 2 3 4 കഴിഞ്ഞു. 2 മാർക്ക് വെറുതെ കിട്ടി. ഒരെണ്ണത്തിന് 1.5 മാർക്ക് വെച്ചിട്ട് എന്തായി? അടിപൊളി ക്വസ്റ്റ്യൻ അല്ലേ? ഇങ്ങനത്തെ ഒരു 10 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നെങ്കിൽ എത്ര മാർക്കായില്ലേ? ഒന്ന് ആലോചിക്കുക നിങ്ങൾ തന്നെ. അതെ, ഇങ്ങനത്തെ 10 ക്വസ്റ്റ്യൻ കിട്ടിയാൽ മതി. വേറെ ഒന്നും ചെയ്യണ്ട, നമുക്ക് കിട്ടേണ്ട ഒരു ആവശ്യവും ഇല്ല. നോക്കിയ മക്കളെ, 2022 ഒക്ടോബർ ചോദിച്ചൊരു ചോദ്യമാണ്. ലെറ്റ് എ എക്സ് ഇസ് എ പ്രൈം നമ്പർ ലെസ് ദാൻ 6. 6 താഴെയുള്ള പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയായിരിക്കും എന്നുള്ളതാ. 1 പ്രൈം അല്ല, 2ഉം 3ഉം 5ഉം ആണെന്ത്? പ്രൈം നമ്പർ. അതായത് നമ്മുടെ എ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? 2 3 5 ആയിരിക്കും നമുക്ക് വരിക കേട്ടോ. എ എന്നുള്ളതിനെ റോസ്റ്റർ ഫോമിൽ എഴുതാൻ പറഞ്ഞു. ഒരു മാർക്ക് നമ്മൾ അടിച്ചു മാറ്റി. 2 3 5. 4 എന്തല്ല? ഈവൺ നമ്പർ ആണ്, അതുകൊണ്ട് അത് പ്രൈം അല്ല. അതുകൊണ്ട് പ്രൈം അല്ല എന്നല്ല, ഫോം എന്നുള്ളത് ഒരു കോമ്പോസിറ്റ് നമ്പർ ആണ്. അതിൽ 2ൽ കൂടുതൽ ഫാക്ടേഴ്സ് ഉണ്ട്. 6 നമ്മളിതിൽ ഉൾപ്പെടുത്തുന്നത് തന്നെ ഇല്ല. ഉണ്ടോ? ഇല്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കല്ലേ, അതും ഒരു PYQ ആണ്. ഇതിൽ ഏതൊക്കെ സെറ്റുകളാണ് ഈക്വൽ എന്നാണ് ക്വസ്റ്റ്യൻ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 4 മാർക്കിനാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. 4 മാർക്കിന് നോക്കിയാൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് സെറ്റ്സ് ആർ ഈക്വൽ. ഒന്നാമത്തെ എക്സ് എലമെന്റ് ഓഫ് ആർ. ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് റിയൽ നമ്പർ. ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? റിയൽ നമ്പർ. ആർ എന്ന് പറഞ്ഞാൽ റിയൽ നമ്പർ. എന്ത് വേണമെങ്കിലും വരാം. കുത്തുകോമ മൈനസ് ഇൻറ്റു എന്ത് വേണമെങ്കിലും എന്ത് ചെയ്യും അതിനകത്ത് വരും എന്നുള്ളതാണ്. നോക്കിയടാ മക്കളെ, ഇതിനെ എങ്ങനെ നമുക്ക് മെൻഷൻ, ഇതിൽ ഏതാ കറക്റ്റ് ഓപ്ഷൻ എന്നാണ് ചോദ്യം. ഇത് നിങ്ങൾക്ക് കാണുന്നില്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിനെ എൻലാർജ് ചെയ്ത് തരാം. കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. -4 ലെസ് ദാൻ ഓർ ഇസ് ഈക്വൽ ടു
-4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. നമുക്കറിയാം ലെസ് ദാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ, ഇങ്ങനെ. ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോസ്ഡ്, ഇതിങ്ങനെ. ഓപ്പൺ ക്ലോസ്ഡ്, ഇതാണ് എന്ത്, ഓപ്പണിൽ ഇങ്ങനെ വരും, ക്ലോസ്ഡ് ഇത് ഇങ്ങനെ വരും. അപ്പോൾ ലെസ് ദാൻ 4 ഓപ്പൺ, -4 ഉണ്ടെങ്കിൽ അവിടെ ഓപ്പൺ ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാം. ഇവിടെ എന്ത് 5 എന്നുള്ള എന്താണ് വരുന്നത്, ക്ലോസ്ഡ്, അത് ഇവിടെ ക്ലോസ്ഡ്. ഇവിടെ ഫസ്റ്റ് വണ്ണിൻ്റെ ഓപ്ഷൻ ഏകദേശം കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്, അത് തന്നെയാണ് വരിക, അതല്ലാതെ വേറൊന്നും വരില്ല. ഇവിടെ -4 ഓപ്പൺ ആണ്, ഇവിടെ 5 ഓപ്പൺ ആണ്, ഇത് വരില്ല. ഇത് രണ്ടും ക്ലോസ്ഡാ, പറ്റില്ല. -4 എന്താ വരണ്ടേ, ഓപ്പൺ വരണം. ഇവിടെ -4 ക്ലോസ്ഡ് ആണ്, അതുകൊണ്ട് പറ്റില്ല. ഫസ്റ്റ് ഓപ്ഷൻ എ ഓപ്ഷൻ ആയിരിക്കും എന്ത് ആൻസർ ആയിട്ട് വരിക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അതൊരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, അത് പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. അത് നമുക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റും. ഒരു യൂണിവേഴ്സൽ സെറ്റ് 1 2 3 4 5 6 7 തന്നിട്ടുണ്ട്. എ എന്നുള്ളത് 2 3 4 6 തന്നിട്ടുണ്ട്. 3 4 5 എന്നുള്ള വേറൊരു സെറ്റ് ബിയും കൂടി തന്നിട്ടുണ്ട്. We need to verify that A union B the whole complement. Before that, let's do what is A union B. എയും ബിയും യൂണിയൻ ചെയ്യുക. ഒന്ന് ചെയ്തേ, 2 3 4 6 3 4 5 2 3 4 6 ഞാൻ എഴുതുക 2 3 4 6 3 4 5 രണ്ടിലും ഉണ്ട് 3 4 5 3 4 6 5 എക്സ്ട്രാ വരാനുണ്ട് എഴുതി. ഇതാണ് എന്ത് എ യൂണിയൻ ബി. നമുക്ക് വേണ്ടത് എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ്. എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ യൂണിവേഴ്സൽ സെറ്റ് നോക്കൂ. ഇതില് ഇത് 2 3 4 5 6 ഇതാ 2 3 4 5 6 ഇതൊക്കെ എന്ത് ചെയ്യുക, വെട്ടിക്കളയാം. ബാക്കിയുള്ളത് 1ഉം 7ഉം മാത്രം എഴുതുക. എന്ത്, ഇതാണ് നമ്മുടെ LHS, ഇതാണ് നമ്മളുടെ LHS. സോ വാട്ട് ഈസ് അവർ RHS? RHS എന്ന് പറഞ്ഞാൽ എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. എ കോംപ്ലിമെന്റ് എന്താണ് മക്കളെ, അതാദ്യം എഴുതണ്ടേ. എ കോംപ്ലിമെന്റ് പറയൂ, എ കോംപ്ലിമെന്റ് എന്ത് വരും പറയൂ. 2 3 4 6 അല്ലാത്ത എല്ലാ നമ്പേഴ്സിനെയും നമുക്ക് എന്ത് ചെയ്യാം, നമുക്കതിനകത്ത് ഉൾപ്പെടുത്താം. 2 3 2 വേണ്ട, 3 വേണ്ട, 4 വേണ്ട, 6 വേണ്ട, അതല്ലാത്ത 1 5 7. അപ്പൊ ബി കോംപ്ലിമെന്റ് എന്താണ് നിങ്ങൾ തന്നെ പറഞ്ഞേ. ബിയിലുള്ളത് 3 4 5 ആണ്, ബിയിലുള്ളത് 3 4 5 ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അതിനൊന്ന് വളരെ ഭംഗിയിൽ 3 4 5 കട്ട് ചെയ്തിട്ട് 1 2 6 7. ഇനി വേണ്ടത് RHS, ദാറ്റ് ഈസ് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. അത് എന്താണ് അതിനകത്ത് വരിക എന്നുള്ള കാര്യം മാത്രം എന്ത് ചെയ്യുക, ഒന്ന് നോക്കുക. എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് അതെന്താന്ന് മാത്രം നോക്കണ്ടുള്ളൂ. ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ടും നേരെ നോക്കുക. നേരെ നോക്കിയോ, എന്നിട്ട് അതിൽ കോമൺ ആയിട്ടുള്ള കാര്യം മാത്രം എടുത്ത് എഴുതുക. കോമൺ ആയിട്ടുള്ള കാര്യം മാത്രം എടുത്ത് എഴുതുക എന്ന് വെച്ചാൽ 1 മേലെയും താഴെയുണ്ട്, അപ്പൊ അത് എഴുതണോ, എഴുതണം. 5 എ കോംപ്ലിമെന്റ് മാത്രമേ ഉള്ളൂ, ഇതിലില്ല. അപ്പൊ എന്ത് ചെയ്യും, 5 എഴുതണ്ട. 7 രണ്ടോടത്തുണ്ട്, അതുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ 7 കൂടി എഴുതണം. ഒന്ന് നോക്കിക്കുക മക്കളെ, RHS നമുക്ക് കിട്ടിയത് 1 7 ആണ്, LHS നമുക്ക് കിട്ടിയത് 1 7 ആണ്. അപ്പോ RHS എന്നുള്ളതും LHS അതായത് റൈറ്റ് ഹാൻഡ് സൈഡും ലെഫ്റ്റ് ഹാൻഡ് സൈഡും ഈ സാധനവും ഈക്വൽ ആയല്ലോ. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് എത്ര മാർക്കാ, 3 മാർക്കാ. 3 മാർക്ക് നമ്മുടെ കയ്യിൽ എന്ത് ചെയ്യും, സുഖമായിട്ട് കിട്ടുന്ന സാധനമാണ്. ഒരു ഹോംവർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ കൂടി തന്നിട്ട് നമ്മൾ ഈ ഒരു സെഷൻ, ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് നമ്മളിപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇതും വളരെ എളുപ്പമുള്ള നല്ലൊരു സെറ്റാണ്. ഒരു 1 2 3 എന്നുള്ളൊരു സെറ്റ് എ തന്നിട്ടുണ്ട്. ഒറ്റ ക്വസ്റ്റ്യനേ ഉള്ളൂ, എത്ര എലമെന്റ്സ് ഉണ്ടാകും അതിന് ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ട്. ആ ഇക്വേഷൻ എന്ത് ചെയ്യാം, ഓർത്ത് അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ ആൻസർ ചെയ്യാൻ വേണം. അതിൻ്റെ എല്ലാം സബ്സെറ്റ് എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യുക. സബ്സെറ്റ് മാത്രം എഴുതിയാൽ പോരാ, തന്നിരിക്കുന്ന യൂണിവേഴ്സൽ സെറ്റ് വെച്ചിട്ട് എ കോംപ്ലിമെന്റ് കൂടി കണ്ടുപിടിക്കുക. അപ്പോൾ ഇന്ന് ചെയ്ത എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയാണ്. എന്തെങ്കിലും കാര്യങ്ങൾ കൺഫർമേഷൻ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അത് ചോദിക്കുക, മനസ്സിലാക്കുക, റെക്ടിഫൈ ചെയ്യുക, പഠിക്കുക. Okay then children, it was very nice time with you. See you in the next class. Bye.